ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിനുള്ള കൊടിയേറ്റിനായിട്ട് ഈ വീട്ടിൽ നിന്ന് കവുങ്ങ് വെട്ടി കൊടിമരം കാൽനടജാതയായിട്ട് നമ്മുടെ കൽക്കുരിശിന്റെ അടുത്തായിട്ട് സ്ഥാപിക്കും കേട്ടോ. ഇവിടെയുള്ള ഈ കൽക്കുരിശിന് ഒരു അത്ഭുത കഥയുണ്ട്. 17-ാം നൂറ്റാണ്ടില് ഒരു ഹൈന്ദവ സഹോദരൻ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരുന്നു. ഇരുട്ടിന്റെ മറവില് രണ്ടുപേരും അദ്ദേഹത്തെ ആക്രമിക്കാനെത്തി. എന്നാൽ കുതിരപ്പുറത്ത് ഒരാൾ അവിടേക്ക് വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹത്തോടൊപ്പം യാത്ര തുടർന്നു. ഇപ്പോൾ കൽക്കുരിശുള്ള സ്ഥലം എത്തിയപ്പോ പടയാളി വിശുദ്ധ ഗീവർഗീസ് സഹതയാണെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. അങ്ങനെ വിശുദ്ധ ഗീവർഗീസ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഒരു പുണ്യഭൂമിയായി മാറി. കൽക്കുരിശിന്റെ മഹത്വമുള്ളതും വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ തിരുശേഷിപ്പുമുള്ളതുമായ ഈ പള്ളിയാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി. മെയ് 8-നാണ് ഇവിടുത്തെ അനുഷ്ഠാനമായ ചെമ്പെടുപ്പ്. ചന്ദനപ്പള്ളിയിലെ വലിയ തോടിന് സമീപമുള്ള ചെമ്പിമൂട്ടിൽ നിന്നും പാതി വെന്ത അരി നിറച്ച ചെമ്പുകൾ ആഘോഷപൂർവ്വം നമ്മൾ ഈ കണ്ട കൽക്കുരിശിരയ്ക്കുന്ന സ്ഥലത്ത് കുതിരപ്പുരയിലേക്ക് എത്തിക്കുന്നു. മെയ് 7-ന് നടക്കുന്ന രാത്രി റാസ ഇടത്തിട്ട എന്ന സ്ഥലത്ത് വരുമ്പോൾ റാസയെ ഹൈന്ദവ സഹോദരങ്ങൾ ചൂട്ടുകറ്റ കത്തിച്ച് സ്വീകരിക്കുന്ന ചടങ്ങ് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാട്ടോ. മെയ് 1 മുതൽ 8 വരെ നീളുന്ന ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ചന്ദനപ്പള്ളി വലിയ പള്ളി ഇന്നും നിലകൊള്ളുന്നു.